2023 പുറത്തിറങ്ങിയ സീരീസ് ഡൂണയുടെ കഥയാണ് സിനിമാ കഥയിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കഥയുടെ അവസാന ഭാഗമാണിത്. മുൻഭാഗം കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ എപ്പിസോഡിന് അവസാനം നമ്മൾ കണ്ടത് സേഹുൻ ജിൻജുവിനെ പ്രപ്പോസ് ചെയ്യുന്നതായിരുന്നു. ഡൂണയാണെങ്കിൽ പുതിയ റൂംമേറ്റിനെ തിരയുന്നു. വോൺജുൻ ജിൻജുവിനെ പ്രപ്പോസ് ചെയ്തിരുന്നെങ്കിലും അവന് വ്യക്തമായ മറുപടി ലഭിച്ചിട്ടുമില്ല. സേഹുൻ പ്രപ്പോസ് ചെയ്തപ്പോൾ ജിൻജു അവന്റെ ആ പ്രപ്പോസൽ നിരാകരിച്ചു. താൻ മറ്റൊരാളെ പ്രണയിക്കുന്നുണ്ട് എന്ന് അവൾ പറഞ്ഞു. ജിൻജു അന്ന് തന്റെ പാരന്റ്സിന്റെ വീടും വിട്ടിറങ്ങി ഇനിയൊരിക്കലും അങ്ങോട്ടേക്കില്ല എന്നിറങ്ങുമ്പോൾ അവൾ തീരുമാനിച്ചിരുന്നു. ജിൻജുവിന്റെ അച്ഛനുമായുള്ള ബന്ധം അത്ര നല്ലതായിരുന്നില്ല. അച്ഛൻ അവളെ ഫിസിക്കലി അബ്യൂസ് ചെയ്തിരുന്നു. അച്ഛനായിരുന്നു അവളുടെ ജീവിതം നിയന്ത്രിച്ചിരുന്നതും മറ്റും. അതിൽ നിന്നൊക്കെ രക്ഷ നേടണം എന്നവൾ തീരുമാനിച്ചു കഴിഞ്ഞു. അവൾ പോന്നതിന് പിന്നാലെ ജിൻജുവിനോട് വീട്ടിലേക്ക് തിരികെ വരാൻ പറഞ്ഞ് അച്ഛന്റെ ഒരു ത്രെട്ടനിങ് മെസ്സേജ് വന്നു. പക്ഷെ അവൾ ധൈര്യത്തോടെ അച്ഛന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു. ഇനിയൊരിക്കലും തന്റെ പഴയ ജീവിതത്തിലേക്കില്ല എന്നവൾ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് ഡൂണയുടെ റൂമിൽ വേക്കൻസി ഉള്ള കാര്യം ഇറ അറിയുന്നത്. ഇറയും അതോടെ ഡൂണയുടെ റൂമിലേക്ക് പുതിയ താമസക്കാരിയായി എത്തി. പാരന്റ്സ് ഹൗസ് വിട്ടിറങ്ങിയ ജിൻജുവും ഡൂണയുടെ മുറിയിലേക്കായിരുന്നു ഒടുവിൽ എത്തിച്ചേർന്നത്. അങ്ങനെ അവർ മൂവരും റൂം ഷെയർ ചെയ്യാൻ തുടങ്ങി. മൂവരും പ്രണയിക്കുന്നതും വോൺജുനിനെയായിരുന്നു. അന്നൊരു ദിവസം ഡൂണയുമായി സംസാരിക്കുമ്പോൾ താൻ വോൺജുനിനോട് തന്റെ പ്രണയം തുറന്നു പറയാൻ പോവുകയാണ് എന്ന് ജിൻജു പറഞ്ഞു. താൻ അവനെ ഒരുപാട് പ്രണയിക്കുന്നെന്നും അവന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും അവൾ കൂട്ടിച്ചേർത്തു. പക്ഷേ ഡൂണ താൻ അതിൽ വലിയ സന്തോഷവതിയൊന്നുമല്ലെന്നും തനിക്കും വോൺജുനിനോട് അതേ ഫീലിംഗ്സ് ആണുള്ളത് എന്ന് ജിൻജുവിനെ അറിയിച്ചു. എന്നിരുന്നാലും ജിൻജു കോൺഫിഡന്റ് ആയിരുന്നു. അവർക്കാർക്കുമില്ലാത്തൊരു ഹിസ്റ്ററി ജിൻജുവിനുണ്ടല്ലോ. ഒന്നുമില്ലേലും വോൺജുൻ അവളെ പ്രപ്പോസ് ചെയ്തതുമാണല്ലോ എന്ന ധൈര്യമായിരുന്നു അത്. അന്ന് കുറച്ചു കഴിഞ്ഞ് വോൺജുനിനടുക്കൽ നിന്ന് ഒരു ബ്ലാങ്കറ്റ് വാങ്ങുവാൻ വോൺജുനിന്റെ മുറിയിലേക്ക് ജിൻജു ചെന്നു. അവിടെ നോക്കുമ്പോൾ ഒരു ബുക്കിനകത്തു നിന്നും അവരുടെ പഴയകാല ഫോട്ടോസ് അവൾ കണ്ടു. അത് അവളുടെ ഉള്ളിൽ നൊസ്റ്റാൾജിയെ ഉണർത്തി. ബെഡിൽ നിന്നും അതേ സമയം തന്നെ ഡൂണയുടെ ഒരു സിഗരറ്റ് പാക്കറ്റും അവൾക്ക് ലഭിച്ചിരുന്നു. അത് അവളെ അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്തു. കൃത്യം ആ സമയമായിരുന്നു വോൺജുൻ മുറിയിലേക്ക് വരുന്നത്. വോൺജുൻ അവളോട് നമുക്ക് പുറത്തുനിന്ന് നടക്കാൻ പോയാലോ എന്ന് ചോദിച്ചു. അവരൊന്നിച്ച് പുറത്തിറങ്ങുകയും നടക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അന്ന് ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ ജിൻജു അവനോട് തന്റെ ഫീലിംഗ്സ് തുറന്നു പറഞ്ഞു. തന്റെ ഫാമിലി പ്രോബ്ലംസ് കൊണ്ടാണ് അവനോട് തന്റെ ഇഷ്ടം പറയാൻ കഴിയാതെ പോയത് എന്നും അവൾ കൂട്ടിച്ചേർത്തു. വോൺജുൻ വല്ലാതായിരുന്നു. കാരണം അപ്പോഴേക്കും അവന്റെ ഫീലിംഗ്സ് ഒക്കെ മാറി മറിഞ്ഞിരുന്നു. അവൻ ആ കാര്യം അല്പം മയപ്പെടുത്തി അവളോട് തുറന്നു തന്നെ പറഞ്ഞു. അന്ന് രാത്രി മടങ്ങിയെത്തിയപ്പോൾ ഡൂണയും വോൺജുനിനെ പ്രപ്പോസ് ചെയ്തു. ഡൂണയോട് പ്രണയം തോന്നി തുടങ്ങിയിരുന്ന അവൻ അന്ന് അവിടെ വെച്ച് തന്നെ ഡൂണയെ ചുംബിച്ചു. അടുത്ത ദിവസം വോൺജുൻ തന്റെ നാട്ടിലേക്ക് പോയി തന്റെ സുഹൃത്തുക്കളെ കണ്ട് സംസാരിച്ചു. അന്ന് രാത്രിയിൽ തനിച്ചിരിക്കുമ്പോൾ തന്റെ ഫോണിൽ അവൻ ഡൂണയെപ്പറ്റി തിരഞ്ഞു നോക്കി. സെർച്ച് ചെയ്യുമ്പോൾ ഡൂണയുടെ അമ്മ ഒരു ഫ്രോഡ് സ്കാൻഡലിൽ പെട്ട കാര്യം അവൻ മനസ്സിലാക്കി. ഡൂണ കടന്നുപോകുന്ന അവസ്ഥയൊക്കെ വോൺജുനിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഡൂണയെ വിളിച്ച് ഒരുപാട് സംസാരിച്ച് അവൻ അവളെ താൻ ഒരുപാട് പ്രണയിക്കുന്നു എന്നവളോട് തുറന്നു പറഞ്ഞു. അവളെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ താൻ ശ്രമിക്കുന്നുണ്ട് എന്നും കൂട്ടിച്ചേർത്തു. സോളിലേക്ക് അവൻ തിരികെ എത്തുമ്പോൾ ഡൂണ ബെഡിൽ കിടന്നുറങ്ങുന്നതായിരുന്നു കണ്ടത്. അവൻ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് കൂടെ കിടന്നു. രാവിലെ വോൺജുനിന്റെ റൂമിൽ നിന്നും ഡൂണയും വോൺജുനും ഇറങ്ങി വരുന്ന കണ്ടതും റൂംമേറ്റുകളൊക്കെയും അവരെ ഒന്ന് ഗൂഢമായി നോക്കിയിരുന്നു. എല്ലാവരുടെയും ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റിയും ഉണ്ടായിരുന്നു. അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റി അവർ ചോദിച്ചതും ഡൂണയെ തനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് വോൺജുൻ തുറന്നു പറഞ്ഞു. അത് അവിടെ ഇരുന്നിരുന്ന ജിൻജുവിന്റെ ഹൃദയം തകർത്തിരുന്നു. എന്നിരുന്നാലും തന്റെ ദുഃഖം മറ്റാരും കാണാതിരിക്കുവാൻ അവൾ അടക്കി പിടിച്ചു. അങ്ങനെയിരിക്കെ വൈകാതെ ഒരു ദിവസം ഡൂണയുടെ അമ്മ അവളെ കാണാനെത്തി. അവളുടെ പഴയ ബാൻഡ് പുതിയൊരു ആൽബം ഇറക്കാൻ പോകുന്നുവെന്നും അവളോട് അതിൽ തിരികെ ജോയിൻ ചെയ്യാനും അമ്മ ആവശ്യപ്പെട്ടു. അതിൽ നിന്ന് കിട്ടുന്ന പണമായിരുന്നു അമ്മയുടെ ഒരേ ഒരു ലക്ഷ്യം. അതൊക്കെ മനസ്സിലാക്കിയതും താൻ എന്തുകൊണ്ടാണ് ബാൻഡ് ഉപേക്ഷിച്ച് പോകുന്നതെന്ന് അമ്മയ്ക്ക് അറിയാമോ എന്നവൾ അമ്മയെ ചോദ്യം ചെയ്തു. എന്തുകൊണ്ടാണെന്നതിനെപ്പറ്റി അമ്മയ്ക്കൊരു ക്ലൂ പോലും ഉണ്ടായിരുന്നില്ല. അതവളുടെ മടി കാരണമാണ്. എപ്പോഴും അസുഖമാണെന്നും പറഞ്ഞിരിക്കുന്ന പ്രകൃതവുമായതുകൊണ്ട് എന്നമ്മ ആരോപിച്ചു. ഡ്രീം സ്വീറ്റിന്റെ പുതിയ ആൽബം റിലീസിന് ഡൂണയും പോവുകയുണ്ടായി. ക്രൗഡിന്റെ ഉള്ളിൽ ആരും അറിയാതെ മാസ്ക് ഒക്കെ ധരിച്ചായിരുന്നു അവൾ നിന്നിരുന്നത്. മാനേജർ തന്നെ റെക്കഗ്നൈസ് ചെയ്യരുത് എന്നവൾക്കുണ്ടായിരുന്നു. പക്ഷേ ഷോ തീരാറായപ്പോൾ അവൾക്ക് പിയുടെ മെസ്സേജ് വന്നു. നീ ഈ ആൾക്കൂട്ടത്തിനുള്ളിലുണ്ട് എന്ന്
എന്നെനിക്കറിയാം എന്നായിരുന്നു ആ മെസ്സേജ്. അന്ന് സന്ധ്യയായപ്പോൾ വോൺജുൻ വളരെ നെർവസായി ഡൂണയുടെ തിരിച്ചുവരവിന് കാത്തു നിൽക്കുകയായിരുന്നു. അവനങ്ങനെ ടെൻഷനിലൊക്കെ നിൽക്കുന്ന കണ്ടപ്പോൾ ഇറാവന്റെ അടുത്തെത്തി കാര്യങ്ങൾ കുറച്ചുകൂടി സ്ലോ പേസിൽ സമാധാനത്തോടെ എടുക്കുവാൻ ആവശ്യപ്പെട്ടു. ഡൂണയുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊണ്ടുള്ള പ്രശ്നങ്ങളും മറ്റും അവൾ ചൂണ്ടിക്കാട്ടി. പിന്നാലെ വോൺജുൻ റിലേഷൻഷിപ്പിൽ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നും കൂട്ടിച്ചേർത്തു. അധികം വൈകാതെ ഡൂണയുടെ ഫോൺ കോൾ വോൺജുനിനെ തേടിയെത്തി. താൻ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നായിരുന്നു അവൾ പറഞ്ഞത്. വോൺജുൻ ഉടൻ പുറപ്പെട്ട് സ്റ്റേഷനിൽ ഡൂണയ്ക്കടുത്തെത്തി. നമുക്കൊരു വെക്കേഷന് പോയാലോ എന്ന് പറഞ്ഞവൾ വോൺജുനെയും കൂട്ടി തന്റെ മുത്തശ്ശി താമസിച്ചിരുന്ന പഴയ നാട്ടിലേക്കും മുത്തശ്ശിയുടെ വീട്ടിലേക്കും പോയി. അടുത്ത ദിവസം മിറ ജിയോങ് ഹോങ്ങിന്റെ ട്രെയിനിങ് ക്ലബിലേക്ക് പോയി. അന്നത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ അവനെ തന്റെ ഒപ്പം ലഞ്ചിന് ക്ഷണിക്കുകയും ചെയ്തു. ആദ്യം അവനൊന്ന് ഷോക്കായെങ്കിലും പിന്നീട് അവളുടെ കൂടെ ലഞ്ചിന് പോകാമെന്ന് സമ്മതിച്ചു. ഇതേ സമയം ഡൂണയും വോൺജുനും മുത്തശ്ശിയുടെ പഴയ വീട്ടിൽ അവരുടെ വെക്കേഷൻ അടിച്ചു പൊളിക്കുകയായിരുന്നു. അവരുടെ അടുപ്പം ഒരുപാട് വർദ്ധിച്ചു വന്നു. അവർ പുറത്തുപോയി കോട്ടേജിലേക്ക് തിരികെ എത്തുമ്പോൾ ഒരാൾ അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അത് പി ആയിരുന്നു. പാർക്ക് എന്നായിരുന്നു അയാളുടെ മുഴുവൻ പേര്. പിയെ കണ്ടതും ഡൂണ വോൺജുനിന്റെ കൈവിട്ട് അയാൾക്ക് നേരെ നടന്നു ചെന്നു. MSA എന്ന ഏജൻസിയിലെ ടാലന്റ് റിക്രൂട്ട്മെന്റ് മെമ്പർ ആയിരുന്നു അയാൾ. ചെറുപ്പത്തിൽ അയാളെ കോണ്ടാക്ട് ചെയ്തിട്ടായിരുന്നു ഡൂണ ബാൻഡിലെ മെമ്പർ ആവുന്നതും മറ്റും. പാർക്കിന്റെ സഹായത്തോടെ ഡൂണ അറിയപ്പെടുന്ന ഒരു ഐഡലായി മാറി. സിംഗിങ്ങിലും മറ്റുമായി അവൾ വലിയ പേരുമെടുത്തു. പിക്ക് അടുത്തേക്കെത്തിയ ഡൂണ പിക്കൊപ്പം കാറിൽ കയറിപ്പോയി. കോട്ടേജിനടുത്ത് വോൺജുൻ ഒറ്റയ്ക്കായി നിന്നു. ഡൂണയുടെ വ്യത്യസ്തമായ പെരുമാറ്റത്തിൽ വോൺജുനിന് അസ്വസ്ഥത തോന്നിയെങ്കിലും അവൾ തിരികെ വരുന്നവരെ കാത്തിരിക്കാൻ അവൻ തീരുമാനിച്ചു. കാറിൽ പോവുകയായിരുന്ന ഡൂണ പാർക്കിനടുത്ത് പാർക്ക് തന്റെ കോൾ എടുക്കാതിരുന്നതിനെ പറ്റിയും തന്നെ ഉപേക്ഷിച്ചതിനെ പറ്റിയുമൊക്കെ ചോദ്യം ചെയ്തു. പബ്ലിക്കിന്റെ മനസ്സിൽ നിന്നും അവൾ മായുന്നതിനു മുമ്പേ അവളുടെ കരിയർ പഴയ പോലെ മെച്ചപ്പെടുത്തിയെടുക്കണം എന്നായിരുന്നു പിയിൽ നിന്നും മറുപടി വന്നത്. എത്രയും വേഗം ഇൻഡസ്ട്രിയിലേക്ക് അവൾ തിരികെ എത്തണം എന്നും അയാൾ കൂട്ടിച്ചേർത്തു. താൻ ചോദിച്ചതിനുള്ള മറുപടിയല്ല ലഭിച്ചതെന്ന് കണ്ടതും ഡൂണക്ക് ദേഷ്യം വന്നു. താൻ മറക്കപ്പെടുന്നത് തന്നെയാ നല്ലത് എന്ന് പറഞ്ഞ ഡൂണ വണ്ടിയുടെ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി. അത് അവളുടെ കാലിൽ വലിയ പരിക്കേൽപ്പിച്ചിരുന്നു. അവളുടെ ആ പ്രവൃത്തികളൊക്കെ പാർക്കിനെ വറി ചെയ്യിപ്പിച്ചിരുന്നു. അതിന്റെ പേരിൽ അവർ വാക്കുതർക്കമുണ്ടായി. ഡൂണ ഓവർ ഡ്രാമ കളിച്ച് കാര്യങ്ങൾ വഷളാക്കുകയാണ് എന്ന് പാർക്ക് പറഞ്ഞു. പാർക്കിന് തന്റെ മനസ്സിലുള്ള ഇഷ്ടത്തെപ്പറ്റിയും ഫീലിംഗ്സിനെ പറ്റിയും ഒക്കെ അറിയാമായിരുന്നെന്നും എന്നിട്ടും തന്നെ ഉപേക്ഷിച്ചു പോവുകയാണ് അവൻ ചെയ്തത് എന്നും ഡൂണ ആ സമയം ആരോപിച്ചു. പക്ഷേ അത് എതിർത്ത പാർക്കാകട്ടെ അവളാണ് തന്നെ ഉപേക്ഷിച്ചതെന്നും ഡ്രീം സ്വീറ്റിന്റെ വേൾഡ് ടൂറിൽ നിന്നാണ് അവൾ ഇറങ്ങിപ്പോന്നതെന്നും അവളുടെ കരിയർ വലുതാക്കാൻ വേണ്ടി മാത്രം തന്നെ യൂസ് ചെയ്തതായിരുന്നു എന്നുമൊക്കെ അവൻ പറഞ്ഞു. സ്വയം ഒരു വിക്ടിം എന്ന തരത്തിൽ പെരുമാറുന്നത് നിർത്താനും പാർക്ക് ആവശ്യപ്പെട്ടു. വൈകാതെ ഡൂണയ്ക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ലഭിച്ചു. പാർക്ക് അവളോട് വീണ്ടും കാറിൽ കയറാൻ പറഞ്ഞപ്പോൾ താനില്ലെന്ന് ഡൂണ വാശി പിടിച്ചു നിന്നു. താനൊരു ഭീഷണിയെയും ഇനി ഭയപ്പെടുന്നുമില്ല എന്നവൾ ധൈര്യത്തോടെ പറഞ്ഞു. സമയം സന്ധ്യയായി കഴിഞ്ഞിരുന്നു. ഏറെ വൈകിയും ഡൂണയെ കാണാതായതോടെ കാത്തിരിക്കുകയായിരുന്ന വോൺജുൻ തിരികെ പോവാൻ തീരുമാനിച്ചു. വോൺജുൻ നേരെ പോയത് തന്റെ ഹോം ടൗണിലേക്കായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തന്റെ സഹോദരിയുടെ അടുത്ത് അവനെത്തി. സഹോദരിക്ക് വേണ്ട പരിചരണങ്ങൾ ചെയ്തു കൊടുത്തു. അടുത്ത ദിവസം സോളിലെ ഷെയർഡ് ഹൗസിലേക്ക് അവൻ മടങ്ങിയെത്തി. അവൻ എത്തുമ്പോൾ ഡൂണ അവന്റെ റൂമിന് മുമ്പിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തലേന്ന് അവനെ എങ്ങനെ ഉപേക്ഷിച്ചു പോയതിന് ഡൂണ അവനോട് ക്ഷമ ചോദിച്ചു. പക്ഷെ അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥ വോൺജുനിനുണ്ടായിരുന്നില്ല. ഡൂണക്ക് തന്നോട് യഥാർത്ഥ ഫീലിംഗ്സ് ഒന്നുമില്ലെന്നും മറ്റ് പലരെയും പോലെയേ അവൾ തന്നെയും കാണുന്നുള്ളൂ എന്നൊക്കെ അവൻ ചിന്തിച്ചു. ഡൂണ തന്റെ പഴയ കാലത്തെ പറ്റി ചിന്തിച്ചു. വേദിയിൽ അവൾ കുഴഞ്ഞു വീണ ആ ദിവസത്തെ പറ്റി അന്ന് പാർക്ക് അവളുടെ അടുത്ത് വന്ന് സംസാരിച്ചിരുന്നു. അവളുടെ ഫീലിംഗ്സ് മനസ്സിലാക്കാതെ അവളോടൊരു ബ്രേക്ക് എടുത്തോളൂ എന്ന് പറയുക മാത്രമായിരുന്നു പാർക്ക് അന്ന് ചെയ്തത്. തന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനും മറ്റും ഡൂണ ആലോചിച്ചു. തന്നെ ഉപേക്ഷിച്ചു പോയ പാർക്കിനെയാണോ വോൺജുനിനെയാണോ വേണ്ടത് എന്നവൾ ചിന്തിച്ചിരിക്കണം. അടുത്ത ദിവസം വോൺജുനിന്റെ മുറിയിലേക്ക് കയറി ചെന്ന അവൾ ഒന്നും നോക്കാതെ വോൺജുനിനെ കെട്ടിപ്പിടിച്ചു. ആ സമയം അവളിൽ നിന്നുള്ള സിഗരറ്റിന്റെ മണം വോൺജുനിന് ലഭിച്ചു. പാർക്കിന്റെ സിഗരറ്റിന്റെ മണമാണോ ഇത് എന്ന് വോൺജുൻ ചോദിച്ചെങ്കിലും ഡൂണ മറുപടി പറഞ്ഞില്ല. കെട്ടിപ്പിടുത്തത്തിൽ നിന്നും പിന്മാറിയ അവൾ തനിക്ക് വേണ്ടത് വോൺജുനിന് മാത്രമാണ് എന്നവനോട് വ്യക്തമായി പറഞ്ഞു. പതിയെ അവർക്കിടയിലെ പ്രശ്നങ്ങൾ മാറുകയും അവർ വീണ്ടും ഒന്നുചേരുകയും ചെയ്തു. പക്ഷേ ഈയൊരു സമയത്തായിരുന്നു സ്റ്റേജിലേക്ക് മടങ്ങിയെത്തണം എന്ന ഡൂണയുടെ ആഗ്രഹം വർദ്ധിച്ചു വരുന്നതും. ഒരു ദിവസം ഡൂണ വോൺജുനും ഒന്നിച്ച് ഒരു കൺസർട്ട് അറ്റൻഡ് ചെയ്യുകയായിരുന്നു. ഇവന്റിനിടയിൽ സിംഗർ ഡൂണയെ റെക്കഗ്നൈസ് ചെയ്തു. പാടുവാൻ അവളെ വേദിയിലേക്ക് ക്ഷണിച്ചു. അവൾ വീണ്ടും സ്റ്റേജിൽ
സ്റ്റേജിൽ കയറി പാടാൻ ആരംഭിച്ചതും അവളുടെ പഴയ പാഷൻ അവളിൽ വീണ്ടും വന്നു നിറയാൻ തുടങ്ങി. പിന്നീട് വോൺജുനുമായി തനിക്ക് വീണ്ടും പാടണമെന്ന ആഗ്രഹം അവൾ പങ്കുവെച്ചു. അവൾ എന്ത് തീരുമാനിച്ചാലും അവളുടെ കൂടെ സപ്പോർട്ടിന് താനുണ്ടാകും എന്ന മറുപടിയായിരുന്നു വോൺജുൻ നൽകിയത്. താൻ പെർഫോം ചെയ്യാൻ ആരംഭിച്ചാൽ നമ്മുടെ റിലേഷൻഷിപ്പ് മൊത്തമായും മാറിമറിയും എന്നവൾ പറഞ്ഞപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്ത് വോൺജുൻ കൂടെ നിന്നു. പിന്നീട് അങ്ങോട്ടേക്ക് അവൾ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ തുടങ്ങി. വോൺജുൻ ആകട്ടെ തന്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനും സഹോദരിയുടെ ചികിത്സയ്ക്കുമായി നാട്ടിലേക്ക് പോയിരുന്നു. സഹോദരിയുടെ സർജറിയും വരികയായിരുന്നു. വോൺജുൻ നാട്ടിൽ തുടരുന്ന സമയം സോളോവായി പരിപാടികൾ നടത്തിയിരുന്ന ഡൂണയ്ക്ക് പഴയ ബാൻഡിന്റെ ഏജൻസിയിൽ നിന്നും ഒരു ലീഗൽ നോട്ടീസ് വന്നു. ഡൂണ പെട്ടെന്ന് ബാൻഡ് വിട്ടു പോയതിനെതിരെയുള്ള ഒരു ലോസ്യൂട്ട് ആയിരുന്നു അത്. ഡൂണയെ ആ ലോസ്യൂട്ട് വീണ്ടും പാനിക് സിറ്റുവേഷനിലേക്ക് തള്ളിവിട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ കുഴങ്ങി. മുമ്പിൽ മറ്റു വഴികളൊന്നും കാണാതെ വന്നപ്പോൾ അവൾ വീണ്ടും പാർക്കിനെ കോണ്ടാക്ട് ചെയ്തു. എല്ലാ സിറ്റുവേഷനും വിശദീകരിച്ച് പറഞ്ഞ അവൾ പാർക്കിനോട് ഗൈഡൻസ് തരാൻ ആവശ്യപ്പെട്ടു. ബാൻഡിന്റെ ഏജൻസി പ്രസിഡന്റ് അവളോട് വലിയ ദേഷ്യത്തിലാണെന്നും അത് മറികടക്കാൻ അവൾ ബാൻഡിലേക്ക് തിരികെ ജോയിൻ ചെയ്യുക മാത്രമാണ് ഒരേ ഒരു വഴിയെന്നും ഇല്ലെങ്കിൽ അവർ ഡിഫേമേഷൻ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും പാർക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷേ ബാൻഡിലേക്ക് തിരികെ വരുമ്പോൾ അവൾക്ക് മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാൻ പാടില്ലെന്നും അവളുടെ റിലേഷൻഷിപ്പുകളും എല്ലാം തന്നെ കട്ട് ചെയ്തേക്കണം എന്ന് പാർക്ക് വ്യക്തമായി പറഞ്ഞു. അതിനർത്ഥം വോൺജുനെയും അവൾക്ക് ഉപേക്ഷിക്കേണ്ടി വരുമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് ഡൂണയ്ക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. പാർക്കിന്റെ നിർദ്ദേശം അനുസരിക്കുകയല്ലാതെ അവൾക്ക് മുമ്പിൽ വഴികളും ഉണ്ടായിരുന്നില്ല. ആ പ്രഷർ താങ്ങാനാവാതെ വന്നപ്പോൾ ഡൂണ ജിൻജുവിനെ ചെന്ന് കണ്ടു. ജിൻജു അവളെ ആശ്വസിപ്പിച്ചു. വോൺജുൻ തിരികെ എത്തിയപ്പോൾ ഡൂണ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചൊക്കെയാണ് ഉറങ്ങിയിരുന്നത് എന്ന് തിരിച്ചറിഞ്ഞു. വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് പാർക്ക് സ്ഥിരമായി വലിക്കുന്ന സിഗരറ്റും അവൻ കണ്ടെത്തി. പാർക്ക് വീണ്ടും ഡൂണയ്ക്ക് മേൽ പ്രശ്നമുണ്ടാക്കുകയാണ് എന്ന് ചിന്തിച്ച് അവൻ പാർക്കിനെ കാണാൻ ചെന്നു. ഡൂണയിൽ നിന്ന് അകലം പാലിക്കുവാൻ അവൻ പാർക്കിനോട് പറഞ്ഞു. പക്ഷേ അവനോട് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനായിരുന്നു പാർക്ക് ആവശ്യപ്പെട്ടത്. ഡൂണയുടെ മടങ്ങിവരവ് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതാണെന്നും അവളുടെ ഹിസ്റ്ററി ഒക്കെ എടുത്ത് അതൊക്കെ പരിഹരിച്ചാണ് അവളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അവനുമായുള്ള എല്ലാ റിലേഷൻഷിപ്പും കട്ട് ചെയ്യുവാൻ തനിക്ക് നിർദ്ദേശിക്കേണ്ടി വന്നു എന്ന് പാർക്ക് പറഞ്ഞു. വൈകാതെ ഡൂണയും ഏജൻസി പ്രസിഡന്റ് മായും പാർക്കും തമ്മിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഡൂണ തന്റെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങി. തനിക്ക് ഫ്രീഡവും ഇഷ്ടമുള്ള പാട്ട് പാടാനുള്ള അവസരവും കൂടെയുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള അവസരവും തരണം എന്ന് ഡൂണ പറഞ്ഞു. ഏജൻസിയും മറ്റും അതിന് സമ്മതിച്ചു. എന്നിരുന്നാലും വോൺജുനുമായുള്ള എല്ലാം അവസാനിപ്പിക്കുന്നത് അവളെ ഒരു വിഷമഘട്ടത്തിൽ എത്തിച്ചിരുന്നു. പാർക്ക് അവളോട് അവളുടെ ബോയ്ഫ്രണ്ടുമായി താൻ സംസാരിച്ചിട്ടുണ്ടെന്നും ഇനി മുതൽ അങ്ങോട്ട് അവൾ എല്ലാവരുമായുള്ള ബന്ധവും കട്ട് ചെയ്യണം എന്നും പ്രത്യേകം പറഞ്ഞു. അവർ തമ്മിൽ എന്താ സംസാരിച്ചത് എന്ന് ഡൂണ ചോദിച്ചെങ്കിലും ഒന്നും വിട്ടുപറയാൻ പാർക്ക് കൂട്ടാക്കിയില്ല. പക്ഷേ വോൺജുൻ തകർന്നു പോയിരുന്നു. പാർക്കുമായുള്ള സംഭാഷണത്തിന് ശേഷം അതോർത്ത് അവൻ ഉറക്കം പോലും വന്നില്ല. ഡൂണ തന്റെ മ്യൂസിക് ലൈഫിലേക്ക് തിരികെ പ്രവേശിച്ചു. വീണ്ടും സ്റ്റാർഡവും ഫാൻ ബേസും ഒക്കെ വന്നെത്തി. വോൺജുനും ഷേഡ് ഹൗസ് വിട്ടിറങ്ങി. രണ്ടുപേരുടെ ജീവിതവുമായി രണ്ടു വഴിക്ക് മുന്നോട്ട് പോവാൻ ആരംഭിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞ് ഡൂണ സോളോ കരിയർ ചെയ്യാൻ ആരംഭിച്ചു. ആ സമയം രഹസ്യമായി ഡൂണ വന്ന് വോൺജുനെ കണ്ടു. വീണ്ടും റിലേഷൻഷിപ്പ് പുനരാരംഭിക്കാനുള്ള തന്റെ താല്പര്യം അവനുമായി പങ്കുവെച്ചു. പബ്ലിക്കിനിടയിൽ സിഗ്നിഫിക്കന്റ് ആയ ഒരു സ്ഥാനം താൻ നേടിയെടുത്തു കഴിഞ്ഞാൽ തന്റെ ഡേറ്റിംഗ് ലൈഫിനെ പറ്റിയൊന്നും അവർ പിന്നെ ബോധർ ചെയ്യില്ല എന്നായിരുന്നു ഡൂണ അഭിപ്രായപ്പെട്ടത്. നമ്മൾ ഒന്നിച്ചുള്ള കാലത്തോളം നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നവൾ കൂട്ടിച്ചേർത്തു. പക്ഷേ വോൺജുനിന് അവരുടെ ഭാവി എന്തായിത്തീരും എന്നതിൽ ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്നായിരുന്നു അവൻ പറഞ്ഞത്. ഡൂണ ഞെട്ടലോടെയായിരുന്നു അത് കേട്ടത്. സ്റ്റാർഡത്തിലേക്കും സിംഗിങ്ങിലേക്കും തിരികെ വരാൻ തന്റെ കൂടെ നിന്ന വോൺജുനാണോ ഇപ്പോൾ ഇത് പറയുന്നത് എന്ന് പോലും അവൾ ചിന്തിച്ചു. എപ്പോഴും കൂടെ ഉണ്ടാകും എന്നവൻ പറഞ്ഞിരുന്നല്ലോ. കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇപ്പോ തന്നെ ഒഴിവാക്കി ചതിക്കുകയാണോ എന്നുവരെ ഡൂണ അവനോട് ചോദിച്ചു. ശേഷം ദുഃഖത്തോടെ അവൾ ട്രെയിനിൽ കയറിപ്പോയി. നിറക്കണ്ണുകളോടെ വോൺജു അത് നോക്കി നിന്നു. കുറച്ചു വർഷങ്ങൾ തന്നെ പിന്നിട്ടു. ഡൂണയ്ക്കൊരു സ്റ്റാർ പദവി തന്നെ ലഭിച്ചിരുന്നു. വോൺജുനാകട്ടെ തന്റെ മിലിറ്ററി സർവീസൊക്കെ കഴിഞ്ഞ് ഒരു കമ്പനിയിൽ ജോലി നോക്കുകയാണ്. പഴയ ഷേഡ് ഹൗസിലെ ഫ്രണ്ട്സുമായി ഇടയ്ക്കൊക്കെ അവൻ മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇറയും ജോങ്ഹോണും ഇപ്പോൾ കപ്പിൾസ് ആണ്. അവർ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു.
ജിൻജു ഇപ്പോൾ ബ്രസീലിലാണ് ജോലി നോക്കുന്നത്. അവൾ സന്തോഷവതിയുമാണ്. ഡൂണയുമായി അവൾക്കിപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. യോൺടുക്ക് ഒരു കോച്ചിങ് ക്ലാസ് ആരംഭിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം പഴയ ഗ്യാങ് മെമ്പേഴ്സ് മുഴുവൻ അവരുടെ ഷെയ്ഡ് ഹൗസിൽ ഒരു മീറ്റിംഗിനായി ഒത്തുകൂടി. ഡൂണ എത്തിയിരുന്നില്ല. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് സന്തോഷത്തോടെ അവർ സംസാരിച്ചിരുന്നു. സന്ധ്യയായപ്പോൾ തന്റെ ജാക്കറ്റ് എടുക്കുവാൻ വോൺജുങ് ഷെയ്ഡ് ഹൗസിലെ റൂമിലേക്ക് കയറാൻ ചെന്നപ്പോൾ അവിടെ നിൽക്കുന്ന ഡൂണയെ കണ്ടു. ഡൂണ എത്തിയപ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു. അവരൊന്നിച്ച് പുറത്തുപോയി ഡ്രിങ്ക് കഴിച്ചു. തണുപ്പൻ മട്ടിലായിരുന്നു ഗൗരവം ഭാവിച്ച് വോൺജുൻ നിന്നിരുന്നത്. അപ്പോഴും വോൺജുനിനെ പ്രണയിച്ചിരുന്ന ഡൂണയുടെ ഹൃദയം അവന്റെ പെരുമാറ്റം കൊണ്ട് തകർന്നു. ഒടുവിൽ വോൺജുനിന്റെ പെരുമാറ്റം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവനുമായി തനിച്ച് സംസാരിക്കണം എന്ന് ഡൂണ പറഞ്ഞു. ഡൂണ മനസ്സ് തുറന്ന് അവനോട് സംസാരിച്ചു. തന്നെ ഒഴിവാക്കിയ പോലെ അകറ്റി നിർത്തുന്ന പോലെയാ തനിക്ക് ഫീൽ ചെയ്യുന്നതെന്നും അവന്റെ പെരുമാറ്റത്തിന് തന്നോട് ക്ഷമ പറയണം എന്നും അവൾ ആവശ്യപ്പെട്ടു. തണുപ്പും മട്ടിലും ദേഷ്യത്തിലും ഡൂണയോട് പ്രതികരിക്കാൻ വോൺജുൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിക്കാതെ അവൻ പൊട്ടിക്കരഞ്ഞു പോയി. തന്നെ വിട്ടുപോയതിൽ അവന് കുറ്റബോധമുണ്ടെന്ന കാര്യം സമ്മതിക്കാൻ ഡൂണ അവനോട് ആവശ്യപ്പെട്ടു. അവൻ തന്നെ പ്രണയിക്കുന്നുണ്ടെന്നത് സമ്മതിക്കാനും പറഞ്ഞു. നിറക്കണ്ണുകളോടെ വോൺജു അത് സമ്മതിച്ചു. അവരിരുവരും വീണ്ടും ഒന്നുചേരുകയായിരുന്നു. വീണ്ടും അവരിരുവരും പുറം ലോകത്തെ അറിയിക്കാതെ ഇരുവരുടെ ജീവിതവുമായി മുമ്പോട്ട് പോകുവാനും ഒപ്പം പരസ്പരം പ്രണയിക്കാനും തുടങ്ങി. ഇരുവരും ഒന്നിച്ച് ജോലിയുടെ കാര്യത്തിന് ഒരേ സമയം ജപ്പാനിലേക്ക് പോകുന്ന ദൃശ്യത്തോടെ സീസൺ 2 സാധ്യത തുറന്നിട്ട് സീരീസ് അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബായ്.